ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ എം ജി. സോ ഗായ്സ്, അങ്ങനെ മൈൻക്രാഫ്റ്റ് മോഡേൺ സിറ്റിയിലെ അടുത്ത എപ്പിസോഡുമായി വന്നിരിക്കുകയാണ്. സോ ഗായ്സ്, അപ്പം നമ്മളിതാ നമ്മുടെ ഫ്ലാറ്റിലാണ് ഗായ്സ്. സോ നമ്മുടെ വീട് നമ്മളങ്ങ് കൊടുത്തു ഗായ്സ്. അവർ പുതിയ വീട് ഉണ്ടാക്കി എന്നൊക്കെയാണ് പറഞ്ഞത് ഗായ്സ്. ഗായ്സ് കാണാം ഗായ്സ്, വീടൊക്കെ കൊടുത്തപ്പോൾ പുതിയ വീടാണ് ഗായ്സ്. അവിടെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗായ്സ്, അവിടെ വേറൊരു വീടായിരുന്നു. സോ നമുക്ക് നേരെ പോവാം. സോ അതിൻ്റെ പൈസ വെച്ച് ഞാൻ വേറെ സ്ഥലം വാങ്ങി ഗൈസ്. സോ അവിടെ പണി നടക്കുന്നുണ്ട്. സോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. സോ ലെറ്റ്സ് ഗോ ടു ദ ന്യൂ പ്ലേസ്. സോ ഗൈസ്, നമ്മളിതാ ഈ വീട് വിറ്റു. സോ ഇതിൻ്റെ പേര് ഇപ്പം മേയേഴ്സ് സണ്ണാണ്. സോ അയാൾ തന്നെ ആ വീട്ടുകാരിൽ നിന്നാണ് ബൈക്ക് എടുത്താണ്. സോ നമ്മളെ വീടിൻ്റെ ഏകദേശം അതേ മോഡലിനാണ് ഗൈസ് അവരും പണിതത്. സോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. സോ ഒന്ന് കയറുമ്പോൾ ഇവിടെ ചെറിയ ഡൈനിങ് ഉണ്ട്. ഇവിടെ 3 ഡോറാണ് ഗൈസ്. സോ ഈ ഡോറ് തുറന്നാൽ ഒരു റൂമാണ്. സോ നെക്സ്റ്റ് ഇതൊന്ന് തുറന്നാൽ ഒരു റൂമാണ് ഗൈസ്. സോ വീടാണെങ്കിൽ ഇപ്പോൾ ഓഫീസാക്കി എടുക്കുമെന്നൊന്നും അറിയില്ല ഗൈസ്. സോ ഇല്ല ഗൈസ്, ഇവിടെ ഒരു കിച്ചൺ ഏരിയ സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ ഓഫീസാക്കാനൊന്നും ചാൻസ് ഇല്ല. സോ ഇത് നേരെ പുറത്തേക്കുള്ള ഡോറാണ്. സോ ഇവിടെ സ്റ്റെയർ ഉണ്ട് നേരെ. ഓക്കെ ഗൈസ്, ഇവിടുന്ന് പുറത്തേക്ക് കാണാനുള്ള സ്റ്റെയർ ഉണ്ട് ഗൈസ്. സോ അപ്പോൾ ഗൈസ്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പുതിയ സ്ഥലം എടുത്തു ഗൈസ്. ഇവിടെ പുതിയ ബിൽഡിംഗ് കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടോ. അപ്പോൾ പിന്നെ ഗൈസ്, നമ്മുടെ ബ്രെഡിൻ്റെ ഷോപ്പ് റിനോവേഷൻ നടക്കുകയാണ് ഗൈസ്. സോ ഇത് പിന്നെ ഇത് റിനോവേറ്റ് ചെയ്തിരിക്കണം ഗൈസ്. ഇവിടെ 2 ലൈനൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇവിടെ വീടിൻ്റെ ഇവർ തന്നെ ഈ ഷോപ്പ് അങ്ങ് എടുത്തു ഗൈസ്. ഒന്ന് കുറച്ച് മൊഞ്ചാക്കിക്കണ്. സോ അവിടെ പണി എടുക്കാൻ തോന്നുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് കാണാൻ മതിയാവും. സോ ഇവിടെ ഇത് അച്ചു സ്പോണാണ്. അവിടെ വർക്കിംഗ് പ്രോഗ്രസ് ആണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. സോ ഇത് ഇപ്പോൾ ഷോപ്പാണോ എന്താ? ഷോപ്പാണ് ഗൈസ്. സോ ഇതിൻ്റെ ഷോപ്പാണെന്ന് അറിയില്ല. സോ പണി കഴിയട്ടെ എന്നാൽ മനസ്സിലാക്കാം ഗൈസ്. സോ ഇപ്പം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വീട് കൊടുത്തു. ഇനി നമുക്ക് ഗൈസ് ഇതാണ് നമ്മുടെ ഇനി പുതിയ വീട് ഗൈസ്. സോ വലിയ വീടാണ് ഗൈസ്. ആ ഫ്ലാറ്റ് അവിടെ കേട്ടെ ഒരു വീട് ഉണ്ട്. ഇത് 2nd ഫ്ലോർ പിന്നെ പണിയാൻ വെച്ചിട്ടാണ് ഗൈസ്. ഇവിടെ ഇപ്പം ഫസ്റ്റത്തെ ഫ്ലോറിങ് മാത്രം ചെയ്തിട്ടുള്ളൂ ഗൈസ്. സോ ഇതിൻ്റെ പണി ഫുള്ള് തീർക്കാനുണ്ട്. സോ ഇവിടെ മാസ്റ്റർ ബെഡ്റൂമാണ്. പിന്നെ ഇതും ഒരു ചെറിയ ബെഡ്റൂമാണ് ഗൈസ്. പിന്നെ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഹോള് ഗൈസ്. ഹോൾ ഇവിടെയാണ്. സോ അത് കഴിഞ്ഞ് നേരെ ഇപ്പം കിച്ചണാണ്. കാരണം ഓപ്പൺ കിച്ചണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചാൻസ് ഗൈസ്. സോ എനിവേ ലെറ്റ്സ് ഗോ. അപ്പം ഈ വീടിൻ്റെ പണി നമുക്ക് വേഗം തീർക്കണം ഗൈസ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ ചിലപ്പം തീർന്നിട്ടേക്ക് കാണാം ഗൈസ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് കാണിച്ച നീയോന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. സോ കുറച്ചുകൂടി അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ടാവും ഗൈസ്. പിന്നെ ഇതാണ് ഞാൻ മതിലിൻ്റെ ഡിസൈൻ ചെയ്ത് നോക്കിയതാണ് ഗൈസ്. അപ്പം ഈ വീടിൻ്റെ പണി വേഗം തീർക്കണം ഗൈസ്. സോ ഇതിന് ബോർഡർ ഏതിടുന്നൊക്കെ കൺഫ്യൂഷനാണ്. തറാണ് ഗൈസ് ഇത്. സോ എനിവേ ഗൈസ് ബിൽഡ് ചെയ്താൽ പിന്നെ മുകളിലേക്ക് കൊണ്ടുവരണം ഗൈസ്. ഇവിടെ ഞാനിപ്പം ഇത് മാത്രം വെച്ചിട്ടുള്ളൂ ഗൈസ്. സോ അപ്പം നമുക്ക് ഈ വീടിൻ്റെ പണി കഴിയണം. അപ്പം ഈ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇപ്പം കാണാം ഗൈസ്. സോ ഗൈസ്, അപ്പം നമ്മുടെ വീട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ NG's ഹൗസ് ആൻഡ് ഹൗസ് നമ്പർ 104 ഗൈസ്. ഇപ്പോൾ നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് ഈ സ്വിച്ച് നോക്കിയാൽ മതി ഗൈസ്. സോ നമ്മൾ പുറത്തേക്ക് എത്തി ഉള്ളോട്ട് കയറി. സോ എന്നിട്ട് ഇത് അങ്ങോട്ട് പോട്ടാം. സോ ആദ്യം തന്നെ ഞാൻ വീടിൻ്റെ ഔട്ട്ലുക്ക് കാണിച്ചു തരാൻ മറന്നുപോയി ഗൈസ്. സോ ഇതാണ് ഗൈസ്. ഇനി മുകളിലേക്കും കൂടി നമുക്ക് എടുക്കാനുണ്ട്. സോ അതിന് കുറച്ച് ടൈം എടുക്കും. കേൾക്കട്ടെ, 2 ബ്ലോക്ക് ഹൈറ്റിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഗൈസ്. പക്ഷേ അത് എനിക്ക് കുറേ സമയം എടുത്തു, അതിനോട് കഴിയുന്നില്ല. സോ ഇവിടെ കുറച്ച് ലൈറ്റിങ് ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ കയറുമ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫ്ലോറ്. സോ എന്നിട്ട് നേരത്തെ സ്റ്റെപ്പാണ്. ഞാൻ അതിനകത്ത് പണി കഴിയുന്നതിന് മുമ്പേ കാണിച്ചു തന്നിരുന്നല്ലോ. സോ 2 റൂമുണ്ട് ഗൈസ്. സോ ഫസ്റ്റ് റൂമാണ് മെയിൻ ബെഡ്റൂം ഗൈസ്. സോ ഇതാണ് എൻ്റെ റൂം ഗൈസ്. സോ നമുക്ക് നേരെ റെസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. സോ ഇവിടെ ഒരു ചെറിയ
പെയിൻറ്റിങ്സ് വെച്ച് ഇവിടെ കറക്റ്റമാതിരി സെറ്റ് ഇതാക്കിയതാണ് ഗൈസ്. അപ്പുറത്ത് വീഡിയോ വരുമ്പോൾ ഇവിടെ കാണാതിരിക്കാൻ. സോ മതിൽ വരും, അത് വേറെ കാര്യം. സോ നമ്മുടെ അൽമീറ ഗൈസ്, അൽമീറ ഒന്നുമില്ല ഗൈസ്. സോ അത് കഴിഞ്ഞ് ഈ റൂമിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സോ ഇവിടെ നമുക്കൊരു കൈ കഴുകാനുള്ള സംഭവമുണ്ട്, വെറുതെ ഒറിജിനാലിറ്റി ഫീലും. സോ അതേമാതിരി തന്നെ ഇവിടെ ഇതാ ചെറിയ അൽമീറുകളാണ് ഗൈസ്, 2 അൽമീറുകൾ. സോ ഇവിടെ ഞാൻ വേറെ സാധനമൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, അത് പിന്നെ ഒഴിവാക്കിയതാണ്. സോ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സോഫ ഉണ്ട് ഗൈസ്. സോ സിറ്റിംഗ് മോഡ് വർക്ക് ചെയ്യില്ലാന്ന് തോന്നുന്നുണ്ട്. സോ നമ്മുടെ ടി വി ആണ് ഗൈസ്, ടി വി ഇതാ അവിടെ നമുക്കിവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റ് ഉണ്ട്. സോ അത് കഴിഞ്ഞ് ഇതാ ഗ്യാസ് വന്ന സാധനം കുക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ടിടും, ഇവിടെ നിന്ന് നേരെ അവിടെ കൊണ്ട് ഇരുന്ന് തിന്നുവാണ് ഗൈസ്. ഓപ്പൺ കിച്ചൺ ആയി സെറ്റ് ചെയ്താണ് ഇവിടെ നമ്മുടെ എന്താണ് ഗൈസ് ആണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാം ഉള്ള വഴി ഉണ്ട് ഗൈസ്, നൈറ്റ് ആകുന്നുണ്ട്. സോ നമുക്ക് ഇനി നേരെ മുകളിലോട്ട് കയറാം ഗൈസ്, ഞാൻ ബാക്കി കാണിച്ചു തരാം. സോ ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറുമ്പോൾ ഇവിടുത്തെ ഡോറാണ് ഞാൻ മെയിനായിട്ട് ആദ്യം ഉണ്ടാക്കിയത്, പിന്നാണ് ഇത് സെറ്റാക്കിയത്. സോ ഇത് പിന്നെ മുകളിലേക്ക് എടുക്കുമ്പോൾ ഞാൻ പ്ലാൻ റെഡിയാക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. സോ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഗൈസ് ഇപ്പം ബോർഡറാണ്. സോ ഇനി ഇവിടെയാണ് പുതിയ റൂം, ഇവിടെ ഒരു റൂമും ഇവിടെ ഒരു റൂമും ആയിരിക്കും വരിക ഗൈസ്. ഇപ്പോഴും ചെറിയ റൂമിനാണ്. സോ ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഓപ്പൺ ടെറസ് മതി സെറ്റപ്പ് ചെയ്തതാണ്. സോ എനിവേ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പം അടുത്ത എപ്പിസോഡ് കാണുന്നവരിക്കും എല്ലാ മച്ചന്മാർക്കും ബൈ ബൈ.